പുലർച്ചെ 4 മണിയാണ് കേട്ടോ. ടൈം 4-4:15 ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റു, ബ്രഷ് ചെയ്യാണ്, ഇനി കുളിക്കണം. ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എവിടേക്കെന്നുള്ളത് നമുക്ക് വഴിയേ കാണാം. അങ്ങനെ അഹിമോനെ വിളിച്ചപ്പോൾ അഹിമോൻ വേഗം എണീച്ചു കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഈച്ചോളം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിക്കും. പക്ഷേ അവൻ വേഗം എണീച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു, റെഡിയായി. കണ്ണൊന്നും എഴുതിയില്ലേ. അപ്പം ഞാൻ വെച്ചു കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്തിട്ടൊക്കെ എവിടെയെങ്കിലും നിർത്തുമ്പോൾ ഒക്കെ എഴുതാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. പിന്നെ അങ്ങനെ എവിടെ സ്റ്റേ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അധികം ലഗേജും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഞങ്ങൾ അങ്ങനെ പോയാൽ മതി. അങ്ങനെ റെഡിയായി ഞങ്ങൾ വണ്ടി എടുത്തു. അങ്ങനെ ഹൈവേയിലൂടെ പോകുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് നല്ല എന്താ പറയുക, ആ ഒരു പ്രൈവസിയോട് കൂടെ തന്നെ പോകാൻ പറ്റുന്നുണ്ട്. അധികം വണ്ടികളും ഇല്ല ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ. പിന്നെ നല്ല റോഡും. അങ്ങനെ നമ്മൾ വഴിയിൽ നിർത്തിയതാണ് കേട്ടോ. നമ്മൾ പോകുന്നത് എവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുങ്ങല്ലൂരിലേക്കാണ് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ കൊടുങ്ങല്ലൂർ യാത്ര കേട്ടോ. ഫസ്റ്റാണ് പോകുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പം ഷൈജോട്ടൻ വെള്ളയപ്പും കടലക്കറിയും കഴിച്ചു, ഏട്ടൻ പുട്ടും കടലക്കറിയും കഴിച്ചു. ഞങ്ങളൊക്കെ ഓരോ ചായ കുടിച്ചു. അഹിമോന് അവിടുത്തെ ഒന്നും വേണ്ട, അവന് പൊരിച്ച പത്തിരി കിട്ടണമെന്ന് പറഞ്ഞിട്ട് വാശിയിലായിരുന്നു. അതിൻ്റെ ഒരു ഇതാണ്, മുഖമൊക്കെ ചുളിച്ചാകെ എനിക്കിതൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കച്ചറയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയി, ഞാൻ അതിൻ്റെ തൊട്ടടുത്തുള്ള 2 കടയിൽ ചോദിച്ചു, പക്ഷെ അവിടെ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് മൂവ് ചെയ്തേരെ നമ്മൾ ഒരു കടയിൽ നിന്ന് പൊരിച്ച പത്തിരി വാങ്ങിച്ച് കൊടുത്തേരെയാണ് ആൾക്ക് സമാധാനം. രാവിലത്തെ ഉറക്ക് വൈകുന്നേരത്തെ ഉറക്ക് എന്നൊക്കെ പറയുന്ന അഹിമോന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇപ്പം നേരത്തെ എണീറ്റല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, വാശി പിടിച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അതായത് നേരത്തെ എണീക്കുമ്പോൾ അവനൊരു ഉറക്കം കംപ്ലീറ്റ്ലി കിട്ടണം, അല്ലെങ്കിൽ ഒരു വാശിക്കളിയാണ്. അപ്പം നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് ഡേ കാണാൻ കഴിഞ്ഞ ഈ ചെമ്മരിയാടില്ലേ, അതിന് കൂട്ടിലാക്കിയിട്ടുണ്ട്. അതെന്താ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്, അപ്പോൾ എന്തിനാണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് അങ്ങോട്ട് നിന്നപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവർ മാമനും മോനും കൂടി മോതിരം വാങ്ങിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം നല്ല മോതിരമായിരുന്നു കേട്ടോ. നല്ല റേറ്റും ഉണ്ടായിരുന്നു. അത് പിന്നെ ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ ഭയങ്കര റേറ്റ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു, വഴിപാടുകളൊക്കെ കഴിച്ചു. എന്താ പറയുക, സുഖത്തിൽ തൊഴാൻ പറ്റി. അധികം തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച എന്ന് പറയുന്നത് ഭരണിയാണ്. അതാണ് നമ്മൾ ഈ ആഴ്ച വന്നത്. ഇത് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായ കുടിച്ചു. ചായ ഇവിടുത്തെ പത്തിരീൻ്റെ പ്രത്യേകത എന്താ പറയുക, ഫുള്ള് പുറത്ത് റവയായിരിക്കും. റവ തൂക്കിയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇവിടുത്തെ പത്തിരി പോലെയല്ല, അവിടുത്തെ പൊരിച്ച പത്തിരി. അങ്ങനെ ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ ഇവിടുന്ന് തൊഴുത് ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് 10-10:30 ആയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് പിന്നെ അധികം ക്യൂ ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ടോ നമുക്ക് വേഗം തൊഴുത് ഒക്കെ പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകും. അടുത്തത് എങ്ങോട്ടാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.